ഇത് നല്ല മീൻ മേടിച്ചിട്ടുണ്ട്. കുടുക്ക അച്ചാറിടാ. കുടുക്കല്ലേ ഏട്ടാ? കേര മീനാണ് അച്ചാറിടാൻ മേടിച്ച്. കിലോ എത്ര ഏട്ടാ? 270 രൂപ. നല്ല ഫ്രഷ് മീന് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മുറിക്കും. അച്ചാറിടുന്നതിന് വേണ്ടിയാണ്. ഇതാണ് മീൻ കട്ട് ചെയ്യുന്ന കണ്ടുപോകുക. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നു. കേരമീൻ അച്ചാറിന് വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കടപ്പുറത്ത് ഏത് കടപ്പുറത്ത് ചൂണ്ടമീനാണ് കേട്ടാ? കളിച്ചുകുളങ്ങര ചെത്തി ബീച്ചിൽ നിന്നാണല്ലേ? ആണോ? വള്ളക്കാരാണോ? ചൂണ്ടയിട്ട പിടിച്ചല്ലേ? ചൂണ്ടയിട്ട പിടിച്ചത് ചേട്ടൻ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട്. മുണ്ടൊക്കെ കൊടുത്തത് ചേട്ടനല്ലേടാ പിടിച്ചേ? ആ ചൂണ്ട സൈഡിലുണ്ടല്ലേ? കണ്ട് ആ അച്ചാറിടാൻ വേണ്ടി ചെറിയതായിട്ട് ചേട്ടാ, ചെറുതാക്കണേ ചേട്ടാ. ആ ആണോ? ആ ഓക്കെ. ഞങ്ങളുടെ അച്ചാൻ അച്ചാറിടുന്നത് അതുകൊണ്ടാ. അച്ചാൻ അച്ചാറിടും. അത് അച്ചാൻ ഭയങ്കര സ്പെഷ്യലിസ്റ്റാ അച്ചാറിടുന്നതിന്. ഭയങ്കര സ്പെഷ്യലിസ്റ്റ് അച്ചാറിട്ട്. ആ ആ ഇങ്ങനെ കീറിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ ചോകര അല്ലേ? അച്ചാറിന് രുചി പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനാണേലേ ഉള്ളൂ. അല്ല ചീക്കല് ഉണ്ടെങ്കിൽ അച്ചാർ എത്ര നന്നായിട്ട് ഇട്ടാലും ശരിയാകില്ല. ഇതേടാ ചേട്ടൻ അച്ചാറിടുന്നുണ്ടോ? ആണോ? അടിപൊളി. നമ്മളെ സ്ഥലം കോട്ടയം. ആ ആമ്പടമൊക്കെ കഴിഞ്ഞ് അയ്മനം. അതാണ് കേര കട്ടിങ്. കേര ഈ കേരയും കുടുക്ക ഒരുപോലെ ഇരിക്കില്ല ചേട്ടാ? അത് എന്നാ വ്യത്യാസം എന്നാ നോക്കിക്കഴിഞ്ഞാലേ? ഈ കേരയാണോ അതോ കുടുക്കയാണോ എന്നറിയാന്? വലുതാകത്തില്ലല്ലേ? ടേസ്റ്റ് ഏതിനാ കൂടുതലുള്ള? ആണോ? പരിപാടി പാട്ടിലൊക്കെ എല്ലാം കേരയല്ല ഓടുന്നത്. അച്ചാറിടുമ്പോ ചൂര വിടും. ഈ കല്യാണത്തിന് പാർട്ടിക്കാർ മേടിക്കുന്ന ഇതല്ലേ? കറി വെച്ചാൽ നല്ല ടേസ്റ്റാ അല്ലേ? അടുക്കത്തെ മുള്ള എങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? അടുക്കത്തെ മുള്ള നീളത്തിൽ കട്ട് ചെയ്ത് അച്ചാറിന് വേണ്ടി ഒട്ടും മുള്ളില്ലാതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസം വന്നാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുമോ? അതോ ചില ദിവസം?
ഞാൻ പറഞ്ഞില്ലേ തന്നെ കുറച്ച് ഞാൻ പറഞ്ഞു. ചേട്ടാ ഇച്ചിരി ഒന്ന് കണ്ടോ നല്ല എക്സ്പീരിയൻസ്. മുള്ളിന്റെ കൂടെ ഇട്ടേക്കാം. മുള്ളു സെപ്പറേറ്റ് ഇട്ടേക്കണേ, മുള്ളും തലയും അല്ലേ? വയറുഭാഗം സെപ്പറേറ്റ് ഇട്ടേക്കും. അപ്പോൾ അതിന്റെ ആ ഒരു പച്ചാറ് കഴിക്കാൻ നേരത്തെ മുള്ളും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പാടില്ല. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ സ്പീഡ് ഇങ്ങനെ ചെത്താൻ പറ്റുള്ളൂ. നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ വേണം ഇത് ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ. അറിയാവുന്ന പെണ്ണുങ്ങളാണ് കുഴപ്പമില്ല. അറിയാവുന്ന പെണ്ണുങ്ങളാണ് കുഴപ്പമില്ല. അതെ അതെ അതെ. ഇതിപ്പോ പെണ്ണുങ്ങളൊന്നും അങ്ങോട്ടൊന്നും അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അവരും എല്ലാം വെട്ടിക്കിട്ടുമോന്നാ ചോദിക്കുള്ളൂ. ഇവിടെ അത്രയും കുഴപ്പമില്ല ആൾക്കാർക്കല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വെട്ടിക്കോളൂ അല്ലേ? കോട്ടയം സൈഡ് മിക്കപ്പോഴും എല്ലാം ഈ കോട്ടയല്ല ഇവിടെയും വെട്ടിയെടുക്കണ പെണ്ണുങ്ങൾ ആണോ? ഞാനിവിടുന്ന് പഠിക്കുമ്പോ പഠിക്കണില്ല പഠിക്കുന്നു. വെട്ടിച്ചിട്ടാണോ മേടിക്കുന്നത്? ഇവിടെ അങ്ങനെ മീൻ വെട്ടി മേടിക്കുന്ന ചേട്ടനുണ്ട്. വീട്ടിൽ കൊണ്ടുപോയ പണിയാ അല്ലേ? വീട്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അല്ലേ, ഉപ്പിട്ടൊന്ന് കഴുകിയിട്ട് പെട്ടെന്ന് ഒരു മുളക് മാത്രമല്ലേ പുരട്ടുള്ളൂ. ചേട്ടൻ അച്ചാറിന് തന്നെയൊക്കെ ചേർക്കുന്നേ ഉണ്ടാക്കുമ്പോ? മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി. പിന്നെ കേടാകാതിരിക്കാൻ വിനാഗിരിയാണോ ചേർക്കുന്നതോ? നല്ല വെളിച്ചെണ്ണ അല്ലേ? ആട്ട അല്ലേ? പച്ച വെളിച്ചെണ്ണ അല്ലേ? ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ലിറ്റർ. ആട്ട എണ്ണ വേണം അല്ലേ? നമ്മളെ മുള്ള് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അച്ചാർ മീൻ്റെ. ഇത് കൂടാതെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഈ മീൻ എന്നാ ഏട്ടാ ഇത്? ഇത് വറ്റ, ഇത് കേര, പിന്നെ നല്ല നാടൻ അയിലുണ്ട്. അയില എന്നാ വില? 200 രൂപ. മത്തിക്ക് എന്നാ വിലയാ? 240. നല്ല നാടൻ മത്തി. അങ്ങനെ നമ്മൾ മീനിൻ്റെ നുറുക്കിക്കൊണ്ടിരിക്കുന്നു. മുള്ളു സെപ്പറേറ്റ് ആക്കുന്നു. പരിപാടികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവനെ ഒന്ന് അച്ചാറാക്കണം. രണ്ട് ചേട്ടന്മാരും കൂടെ വളരെ സ്പീഡിലാണ്. ഈ സ്ഥലം അർത്തുങ്കപ്പള്ളിയിലല്ലേ? അർത്തുങ്കൽ കവലയല്ലേ? കവലയാണ്. ഇതെന്നാ പറയുന്ന പേര്? അർത്തുങ്കപ്പള്ളി. കണ്ട്. അപ്പോൾ നല്ല മീൻ മേടിക്കണേ ഇവിടെ വരിക. കോട്ടയത്തുള്ളവർക്ക് അർത്തുങ്കപ്പള്ളി വരികയും ചെയ്യാം, മീൻ മേടിക്കുകയും ചെയ്യാം അല്ലേ ഏട്ടാ? ഫ്രഷ് മീനാണെങ്കിൽ മേടിച്ചോളൂ ആൾക്കാരെ പറ്റിച്ച് ചള്ളു മീൻ കൊടുത്താൽ പിന്നെ വരത്തില്ല. അതെ അതെ. ചൂടാടെ അവര് നാട്ടുകാർ വന്ന് കംപ്ലൈന്റ് കട്ടപ്പന ഇടുക്കി ഉള്ള പാർട്ടിയൊക്കെ വരും. അവര് കാണുന്ന നമ്മൾ വരുമ്പോ നല്ല സമയം കാണണം ഇത് അല്ലേ? വലയ്ക്ക് പോകുന്നവർക്ക് അറിയാവുള്ളൂ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടത്തില്ല, ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം പോയാൽ കഴിഞ്ഞാൽ വേറെ വള്ളക്കാരോട് മീനും മേടിച്ച് കറിയും വെച്ച് ചോറും കൊണ്ട് തിരിച്ചു പോരാ അല്ലേ? ഇത് ഭാഗ്യം അല്ലേ ഏട്ടാ? എപ്പോൾ കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല മീനുള്ളപ്പോൾ മേടിക്കുക. പിന്നെ ചൂണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലേ ചിലപ്പം കിട്ടത്തില്ല അല്ലേ?
പക്ഷെ ചൂണ്ടയ്ക്ക് പോകാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കടലിൽ നിന്ന് കയറിപ്പോരാം അല്ലേ? ആകുമ്പം കഴിയും. ഈ സ്പോഞ്ചിലൊക്കെ പോയി മത്തി ഇടുന്നവരുണ്ടല്ലേ, അതാകുമ്പോൾ 2 മണിക്കൂറിനുള്ളിൽ സംഭവം കിട്ടും. അത് വളരെ സ്പീഡ് ചെയ്ത് നമ്മുടെ മീൻ്റെ തലയും മുള്ളും സെപ്പറേറ്റ് ആക്കും. അപ്പോൾ അച്ചാറിന് വേണ്ടി റെഡി ആക്കുന്നവർ ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഞുറുക്കി തലയും ഇതുകൊണ്ടോ, ഇത് കഷ്ണം മാത്രമായിട്ട് ഞുറുക്കിയെടുത്ത്, ഇത് തലയും മുഴുവായിട്ട് ഞുറുക്കിയെടുത്ത്. അപ്പോൾ ചേട്ടാ ഇവിടെ മീനിൻ്റെ സീസൺ എപ്പോഴാണ് ഈ വരുന്നത്? സീസണാണ് ഈ നടക്കണത്. ഓഹോ. അപ്പോൾ ട്രോളിങ്ങോ? ട്രോളിങ് ഇനി മുട്ടയുടെ സീസണാണോ? നെയ്യുടെ സീസണാണ്. പക്ഷേ ഈ ഇവിടുത്തെ നമ്മുടെ മത്തിക്ക് നല്ല മുള്ളുണ്ടല്ലോ. നല്ല ടേസ്റ്റ്. മത്തി കറി വെക്കുന്നതാണോ ടേസ്റ്റ് അതോ വറക്കുന്നതാണോ? ചെയ്യാം. നെയ്യുള്ളപ്പം എന്താ കറി വെക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? ഇതാണ് കട്ടിങ്. ഫ്രഷ് മീനാണെങ്കിൽ ഇങ്ങനെ അലുവ മുറിക്കുന്ന പോലെ മുറിക്കാൻ പറ്റും അല്ലേ? മീൻ ഇച്ചിരി ഉറഞ്ഞാണെങ്കിൽ അങ്ങ് ദശയെല്ലാം കൂടെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും. പ്ലും പ്ലും എന്ന് പറഞ്ഞ് കിടക്കും. ഇപ്പം കണ്ട നല്ല ചേട്ടൻ നല്ല അലുവ മുറിക്കുന്ന പോലെ, കോഴിക്കോട് അലുവ മുറിക്കുന്ന പോലെ സ്പീഡി മുറിക്കുന്നു. അപ്പോൾ അച്ചാറെടുപ്പോൾ സൂക്ഷിക്കണം. ഇത് അധികമായിട്ട് അല്ലേ, ഭയങ്കരമായിട്ട് കരിക്കരുതല്ലേ, മുറിക്കരുതല്ലേ? അത് കട്ടി കൂടും അല്ലേ ചേട്ടാ? ഒരു മീഡിയമേ എടുക്കാവുള്ളൂ അല്ലേ? മീഡിയമേ വറക്കാവുള്ളൂ. അല്ല നല്ല മീനാണ് ഉണക്ക മീനാക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ കട്ടി കൂടി വറുത്ത് കഴിഞ്ഞാലേ. അപ്പം ഇത് നമ്മുടെ പൂർണ്ണമായിട്ട് മുറിച്ച് കഴിഞ്ഞു. ഇനി പയ്യെ മീൻ എടുക്കാൻ പോവാണ്. കല്ലറ വഴി പോകും. അതാകുമ്പോൾ കല്ലറ. പിന്നെ മറ്റേ പാലം തുറന്നു കിടത്താ, പിന്നെ കോണത്താറ്റ് പാലയില്ലേ ചേർത്തലയ്ക്ക് പോകുന്നു, അത് തുറന്നു. പണി ഇല്ല, വണ്ടി കയറി പോകാൻ തുടങ്ങി. പണി കുറേ ടാറിങ് ഇങ്ങോട്ട് തീരാറുണ്ട്. അപ്പോൾ വണ്ടി പോകാൻ തുടങ്ങി ചേർത്തലയ്ക്ക് ബസ്സൊക്കെ. അതെ ഏതായാലും തീർന്നല്ലോ. ഇത് നമ്മുടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അല്ലേ അത്? ഇതും കൂടെ എടുത്ത് ചേട്ടൻ പാക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കേരമീൻ അച്ചാറിനുള്ളൂ നന്നായിട്ട് പാക്ക് ചെയ്തു. അപ്പൊ അർത്തുങ്ക പുണ്യാളിന്റെ ഇവിടെ വന്നിട്ടാണ് മേടിച്ചത് അല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടാ താങ്ക്സ് കേട്ടോ. ഓക്കെ.